ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മല്ലു ട്രക്ക് ഡ്രൈവർ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോൻ്റെ ഒരു കണ്ടിന്യൂറ്റിയാണ്. ഇന്ന് പറയാൻ പോകുന്ന കാര്യങ്ങൾ ബിഗിനേഴ്സായിട്ട്, അതായത് ലാറ്റ്വിയയിലോട്ട് പ്രിപ്പയർ ചെയ്യുന്ന, നാട്ടിൽ നിന്ന് പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് കൂട്ടുകാർ കമൻറ്റിൽ ഇട്ട കാരണം കൊണ്ടാണ് ഞാൻ പറയുന്നത്. ലാറ്റ്വിയയിലോട്ട് ഇനി ഒരുപാട് കൂട്ടുകാർ ഈ നിയറസ്റ്റായിട്ട് വരുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ സന്തോഷം. അവർക്കും ഇനി എന്നെ പോലെ ഇവിടെ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാനായിട്ട് വരുന്ന ആൾക്കാർക്കും കൂടിയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ വീഡിയോ ആണിത് കേട്ടോ. ആദ്യമേ ഞാനത് പറഞ്ഞ് തുടങ്ങുകയാണ്. കാരണം ഞാനിപ്പോൾ ആ പാത്തിലോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ ഇനി കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അനൗൺസ് ചെയ്തു ബി കാറ്റഗറി എക്സാം ഞാൻ പാസ്സായി എന്നുള്ളത്. ഇനി അടുത്ത എൻ്റെ ടാസ്ക് നമുക്ക് വേണ്ടത് CE, അതായത് ട്രെയിലർ ടെസ്റ്റ് പാസ്സാവുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞതിന് ശേഷമേ എനിക്ക് കൺവെർട്ടർ ലൈസൻസിലേക്ക് എനിക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതിന് ഞാൻ വിളിച്ച് CSDDയിൽ, അതായത് RT ഓഫീസിൽ ടെസ്റ്റ് ഡേറ്റ് വിളിച്ച് ബുക്ക് ചെയ്ത സമയത്ത് നമുക്ക് കുറച്ച് ലെങ്തി പീരീഡിലാണ് ഡേറ്റ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അവർ പറഞ്ഞു ട്രക്ക് കൊണ്ടുവരണം നിങ്ങൾ. അതായത് ട്രക്ക് നമ്മൾ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലത്തെ പോലെ തന്നെ, നാട്ടിലത്തെ അതേ പാറ്റേൺ ഡ്രൈവിംഗ് സ്കൂളുകാരുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് ഇവിടെ ഓട്ടോ സ്കൂളാന്ന് പറയും, ഓട്ടോ സ്കൂളിൽ വിളിച്ച് നമ്മൾ ട്രക്ക് ബുക്ക് ചെയ്യണം. ഇന്ന ഡേറ്റിന് ട്രക്ക് അവൈലബിലിറ്റി ഉണ്ടോ എന്നുള്ളത്. ഞാൻ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ബുക്ക് ചെയ്ത ഡേറ്റിൽ ട്രക്ക് അവൈലബിലിറ്റി ഇല്ല. അപ്പം ഞാൻ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനിത് കമ്പനിയായിട്ട് ഡിസ്കസ് ചെയ്തു. അപ്പോൾ എൻ്റെ കമ്പനി ഇതെങ്ങനെ ഓവർകം ചെയ്യാമെന്നുള്ളതിൻ്റെ ഒരു ഗൈഡിങ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലോ. അപ്പോൾ അത് കണ്ടിന്യൂറ്റി ആയിട്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇത് ഒരുപാട് കൂട്ടുകാർ ഇനി ഫേസ് ചെയ്യാൻ പോകുന്ന സീനാണ്. അപ്പോൾ ഞാനിതിപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് യൂസ്ഫുൾ ആവും എന്നുള്ള വിശ്വാസത്തോട് കൂടിയിട്ട് ഞാൻ പറയാണ്. നമ്മൾ ഓട്ടോ സ്കൂളായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് നമ്മൾ വിളിച്ച് ബുക്ക് ചെയ്ത ടൈമിൽ അവർക്ക് ട്രക്ക് അവൈലബിലിറ്റി ഉണ്ടാവണമെന്നില്ല. കാരണം അവർ കണ്ടിന്യൂസ് ആയിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാറ്റേൺ ഉണ്ട്. നമുക്കൊരു ദിവസത്തേക്ക് വേണ്ടി മാത്രമാണ്. സാധാരണ ഇവിടുത്തെ CE ലൈസൻസ് എടുക്കാനായിട്ട് ഒരു ലോങ് ടൈം പ്രോസസ്സാണ്. അപ്പോൾ ആ സമയത്ത് അവരത് ബ്രേക്ക് ചെയ്തിട്ട് നമുക്ക് തരണമെന്നില്ല. പ്രത്യേകിച്ച് തേർഡ് പാർട്ടി കൺട്രീസ്, ലാംഗ്വേജ് ഇഷ്യൂസ്, അങ്ങനത്തെയൊക്കെയുള്ള ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സംഭവം പറഞ്ഞപ്പോൾ നമ്മുടെ കമ്പനി പറഞ്ഞിട്ടുള്ളത് ഒരു ട്രക്ക് ഉണ്ട്, അത് പുതിയൊരു കമ്പനിയാണ്. ഇതുപോലെ നമ്മളെപ്പോലെയുള്ള ഡ്രൈവേഴ്സിന് വേണ്ടിയിട്ട് ട്രക്ക് റെൻ്റൽ കൊടുക്കുന്ന ഒരു കമ്പനിയാണ്. അതായത് ഓറഞ്ച് ട്രക്ക്, ഈ പേരൊന്ന് ശ്രദ്ധിക്കുക, ഓറഞ്ച് ട്രക്ക് എന്നാണ് ഈ കമ്പനിയുടെ പേര്. ആ കമ്പനിയുടെ നമ്പറും ഡീറ്റെയിൽസും ഞാനിവിടെ കാണിക്കാം. നിങ്ങളത് സേവ് ചെയ്ത് വെക്കാം. ഇതുപോലെയുള്ള ആവശ്യങ്ങൾക്ക് അവിടെ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കൊരു കോൺഫിഡൻറ്റ് ഉണ്ട്. ഇതൊരു പ്രൊമോഷൻ അല്ല കേട്ടോ. ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിൽ എനിക്ക് കിട്ടിയിട്ടുള്ള ലീഡ് നിങ്ങളിലേക്ക് പാസ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആ ട്രക്ക് കമ്പനി പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ ലാറ്റ്വിയയിൽ എവിടെ വേണമെങ്കിലും നിയറസ്റ്റ് ഡേറ്റ് ബുക്ക് ചെയ്തു, ആ സമയത്ത് അവർ ട്രക്ക് പ്രൊവൈഡ് ചെയ്യാമെന്നാണ് പറയുന്നത്. അത് അവർ പറയുന്ന ഒരു അവകാശവാദമാണ്. അവർ പ്രസൻ്റ്ലി ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് റിഗയിൽ നിന്ന് ഞാൻ പണ്ട് ടെസ്റ്റ് എടുത്ത് പാസ്സായ ജാക്കബ് ഹിൽസിലാണ് അവർ ഇപ്പോൾ ട്രക്ക് പ്രൊവൈഡ് ചെയ്യണം. നമുക്ക് അവിടെയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാവുന്ന റോഡുകളാണ്. അപ്പോൾ അത് മാക്സിമം ചൂസ് ചെയ്യേണ്ടത് നമ്മളാണ്. അപ്പോൾ ഒരുവിധം വരുന്ന ഫോറിനിയർ ആയിട്ടുള്ള ഇന്ത്യൻസ് ആണെങ്കിലും പോയി ടെസ്റ്റ് അടിക്കുന്നത് ജാക്കബ് ഹിൽസിലാണ്. അപ്പോൾ ജാക്കബ് ഹിൽസ് ചൂസ് ചെയ്യുകയായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. ഞാനിപ്പോൾ ടൽസി ചൂസ് ചെയ്തിട്ടുണ്ട്. അവിടെയാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഈ ഒരു ട്രക്കിൻ്റെ അടുത്ത് വന്ന് ജാക്കബ് ഹിൽസിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രോബ്ലം ഉള്ള കാര്യമില്ല. ഞാൻ വിളിച്ച് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ ജാക്കബ് ഹിൽസിലാണ് ഇപ്പോൾ പ്രസൻ്റ്ലി അവർ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാക്സിമം അത് തന്നെയായിരിക്കും എല്ലാ ഇന്ത്യൻസിനും ബെറ്റർ എന്ന് തന്നെയാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. എസ്പെഷ്യലി മലയാളീസ് ഒരുപാട് പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട് ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി വരുന്ന കാലഘട്ടത്തിലും ഈ ഒരു സംഭവം റെലവൻ്റ് ആണെന്നുള്ളത് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അത് കാരണം കൊണ്ടാണ് ഞാനിതിങ്ങനെ പ്രൊമോഷൻ ചെയ്യാം എന്നുള്ളത് എനിക്ക് തോന്നിയത്. പ്രൊമോഷൻ മീൻസ് സെൽഫ് പ്രൊമോഷൻ, അത്രയേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അവർ പറയുന്നത് പുതിയ വണ്ടിയാണ് ഐവിക്കോ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഫ്ലെക്സിബിളാണ്. പിന്നെ നമ്മുടെ സെമി ട്രെയിലർ തന്നെയാണ്, നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാറ്റേണിലുള്ള ഒരു ട്രക്ക് തന്നെയാണ്. അപ്പോൾ അത് ബാക്കപ്പ് എടുക്കുമ്പോഴാണെങ്കിലും അൺകപ്പിൾ ചെയ്യുമ്പോഴാണെങ്കിലും കുറച്ചും കൂടി ഫ്ലെക്സിബിൾ ആയിരിക്കും. നമുക്ക് ഇവിടെ ഓട്ടോ സ്കൂളായിട്ട് നമ്മൾ ചെല്ലുമ്പോൾ ട്രക്ക് വിത്ത് ട്രെയിലറാണ് നമുക്ക് തരാം. അത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ ഒരു ഫ്രണ്ട് പറഞ്ഞു, കമൻറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു, വളരെ സിമ്പിളാണെന്ന്. ആക്ച്വലി ബ്രോ അത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. എന്തായാലും ഞാൻ അതും കൂടി ട്രൈ ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. എനിവേ, ഞാൻ രണ്ടും നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുകയാണെങ്കിൽ രണ്ടും ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കും. ഇത് ബെറ്റർ ഓപ്ഷനാണെന്ന് എനിക്ക് പറയാൻ കാരണം, നമുക്ക് എവിടെയാണോ അവൈലബിൾ സ്ലോട്ട് കിട്ടുന്നത് അവിടെ പോയിട്ട് നമുക്ക് ടെസ്റ്റ് അടിക്കാനായിട്ട് പറ്റുമെന്നാണ് ഇവർ പറയുന്നത്.
അവിടെ വണ്ടി നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് ടെസ്റ്റ് എടുത്താലാണ് ഡ്യൂട്ടിക്ക് ഇറങ്ങാൻ പറ്റും. ഈ ടെസ്റ്റും കൂടി പാസ്സായി ഇത് കഴിഞ്ഞതിന് ശേഷം വേണം, ഈ പാസ്സായതിന് ശേഷം നമ്മൾ ഇന്ത്യൻ ലൈസൻസ് കൊടുത്ത് കൺവെർട്ടർ ലൈസൻസ് കൈപ്പറ്റി അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ടാക്കോ എടുക്കാൻ. ടാക്കോ കിട്ടിയിട്ട് വേണം ഡ്യൂട്ടിക്ക് ഇറങ്ങാൻ. ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടുപോകും. അപ്പോൾ എന്തായാലും കൂടുതൽ ഞാൻ തള്ളി മറിക്കുന്നില്ല. ട്രക്കിൻ്റെ അടുത്തേക്ക് പോയിട്ട് അവിടെ ട്രക്കിൻ്റെ ഡീറ്റെയിൽസും ബാക്കപ്പ് എടുക്കുന്ന വീഡിയോസും ഞാൻ നിങ്ങൾക്ക് തരാനായിട്ട് ട്രൈ ചെയ്യാം. പോസിബിൾ ആണെങ്കിൽ എന്തായാലും വീഡിയോ മസ്റ്റ് വാച്ചാണ്. ഇവിടെയുള്ള കൂട്ടുകാർക്കുമാർക്ക് ഷെയർ ചെയ്യുക, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കാണാം. ഓക്കെ, ഇനി ട്രക്കിൻ്റെ അടുത്ത് വന്നിട്ട് നമുക്ക് കാണാം. ബൈ. അപ്പോൾ നമ്മൾ ട്രക്കിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ട്രക്ക് കൊള്ളാട്ടോ, വേറെ ഒന്നും പറയാനില്ല. അവർ പറയുന്ന പോലെ തന്നെ പുതിയൊരു അത്യാവശ്യം മോഡലായിട്ടുള്ള വണ്ടി തന്നെയാണ്. നല്ല ലുക്കിംഗ് കണ്ടീഷൻ ഗുഡാണ്. അപ്പോൾ എന്തായാലും നമ്മളിത് ഓടിച്ച് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളൊരു വ്യക്തിയായ സ്ഥിതിക്ക് നമുക്കിത് വലിയ പ്രോബ്ലം ഉണ്ടാവില്ല ടെസ്റ്റിന് പോകുന്ന സമയത്ത്. അപ്പോൾ ഞാൻ ഇവിടുത്തെ ആൾക്കാരായിട്ട് സംസാരിച്ചിട്ട് എനിക്കൊരു ഡെമോ ചെയ്യാൻ പറ്റുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് എത്തിക്കാം. അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ കറക്റ്റായിട്ട് വീണ്ടും പറയാണ്. മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അതേതാണോ നിങ്ങൾക്ക് ബെറ്റർ ഓപ്ഷൻ തോന്നിക്കഴിഞ്ഞാൽ അത് യൂട്ടിലൈസ് ചെയ്ത് എത്രയും പെട്ടെന്ന് ടെസ്റ്റ് അടിച്ച് പാസ്സായി വർക്കിനിറങ്ങുക എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ അവരുടെ അടുത്ത് ബാക്കപ്പ് ഒന്ന് റിക്വസ്റ്റ് ചെയ്തു. അപ്പോൾ അവർ ചെയ്തോളാൻ പറഞ്ഞു. ഇനിയുള്ളത് ഇപ്പം ഞാൻ ചെയ്യുന്ന ബാക്കപ്പാണ് നിങ്ങളുടെ അടുത്ത് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാനാണ് ഡ്രൈവ് ചെയ്യുന്നത്. നോർമലി കൂളായിട്ട് ചെയ്താൽ മതി, ഇഷ്ടംപോലെ സമയമുണ്ടെന്ന് അവർ പറഞ്ഞു. ജസ്റ്റ് അപ്പോൾ ഈ ടെസ്റ്റിന് സമയത്ത് നമുക്ക് കിട്ടുന്ന ഈ ബാക്കപ്പ് വിത്ത് അൺകപ്ലിങ് ആൻഡ് കപ്ലിങ്ങിന് 20 മിനിറ്റ് CSDD നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഒട്ടുമിക്ക ആൾക്കാർക്കും ഇതിൻ്റെ ഒരു കൗണ്ട് അറിയാത്ത, അതായത് ഇത്ര സമയം അറിയാതെ ഹറിബറി ആയിട്ട് ചെയ്തിട്ട് ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നു എന്നുള്ളൊരു പ്രോബ്ലം ഫേസ് ചെയ്യുന്നുണ്ടെന്നുള്ളൊരു ഇൻഫർമേഷൻ അവരെനിക്ക് തന്നു. നമ്മൾ ഹറിബറി ഒന്നും വേണ്ട, 20 മിനിറ്റ്സ് ഉണ്ട്. വളരെ കൂൾ ആൻഡ് കാമായിട്ട് നമുക്ക് പ്രസൻ്റ്ലി നല്ല കോൺഫിഡൻറ്റോട് കൂടി അവിടെ ബിഹേവ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ പാസ്സാവുമെന്നാണ് അവർ പറയുന്ന ഒരു കാര്യം. ഇത് വളരെ ക്ലോസ് ആയിട്ട് തന്നെ കൊണ്ട് നിർത്താം. ഇതിപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കും. നോക്കിക്കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ വണ്ടിയുടെ പുറത്തുനിന്ന് ഇറങ്ങി വരുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ വീഡിയോയ്ക്ക് വോയിസ് കൊടുക്കുന്നത് വീഡിയോ എടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് കറക്റ്റായിട്ട് എനിക്ക് എഡിറ്റ് ചെയ്ത് പോലെ പറയാൻ പറ്റുന്നുണ്ട്. ഞാൻ ഇറങ്ങി വരേണ്ട കാര്യമൊന്നുമില്ല. ഇതുപോലെ ആക്കി കഴിഞ്ഞാൽ ഇൻസ്ട്രക്ടറുടെ അടുത്ത് നമ്മൾ ചോദിക്കുമ്പോൾ ഇൻസ്ട്രക്ടർ ഓക്കെ പറയും. ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ഫോർവേഡ് എടുക്കുക എന്നുള്ളതാണ് അടുത്ത ടാസ്ക്. ഫോർവേഡ് എടുത്ത് ആ ട്രെയിലർ ഈ ബോക്സിനകത്ത് കയറി വരുമ്പോൾ ഉള്ളൊരു കോൺ കണ്ടോ, ആ കോണിനകത്ത് കോണിൻ്റെ എൻഡിൽ നമ്മുടെ ട്രെയിലറിൻ്റെ ബാക്ക് സൈഡ് വന്ന് ക്ലോസ് ചെയ്ത് നിർത്തിയാൽ മതി. ടൈൽ ലാമ്പ് നോക്കി നിർത്തുക. അത് കഴിഞ്ഞിട്ട് അൺകപ്ലിങ്ങിനൊരു പാറ്റേൺ ഉണ്ട്. അൺകപ്ലിങ് നമ്മൾ ചെയ്യുന്ന സമയത്ത് വണ്ടി നിർത്തി നേരെ ഹാൻഡ് ബ്രേക്ക് ഇട്ട് വണ്ടി നിർത്തി നേരെ ട്രെയിലർ ബ്രേക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ട്രെയിലർ ബ്രേക്ക് അപ്ലൈ ചെയ്ത് വീൽ ചോക്ക് ഉണ്ട്, വീൽ ചോക്ക് ബാക്ക് വീലിൽ ചോക്ക് ക്ലോസ് ചെയ്ത് വെച്ചതിന് ശേഷം നേരെ ട്രെയിലറിൻ്റെ ബാക്ക് വശത്ത് കൂടെ നടന്ന് ട്രെയിലറിൻ്റെ ജാക്ക് ഉണ്ട്, ട്രെയിലറിൻ്റെ ജാക്ക് സപ്പോർട്ട് കൊള്ളിക്കുക എന്നുള്ളതാണ്. നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ട് ഒരുപാട് കൊള്ളിച്ച് ടൈറ്റ് ചെയ്ത് വയ്ക്കരുത്. ഒരു നമുക്കറിയാമല്ലോ അതിൻ്റെ ഒരു ലെവലിൽ ഓൾറെഡി നമ്മളുടെ ആ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ടാർ ഇട്ടിട്ടുള്ളത് അല്ലെങ്കിൽ കോൺക്രീറ്റ് ചെയ്തിട്ടുള്ള പ്രതലമായിരിക്കും. അധികം താന്ന് പോയില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ കൊള്ളിച്ച് വെക്കാം. കൊള്ളിച്ച് കഴിഞ്ഞതിന് ശേഷം കീപ്പിന്, അതായത് ഫിഫ്ത്ത് വീല് നമ്മൾ റിലീസ് ചെയ്യുക. ഫിഫ്ത്ത് വീല് റിലീസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എല്ലാ കേബിൾസും അൺകപ്ലിങ് ചെയ്യുക എന്നുള്ളതാണ്. ആ അൺകപ്ലിങ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ വണ്ടിയിലിരിക്കുക. വണ്ടിയിൽ കയറി ഏതെങ്കിലും ഒരു സൈഡിലോട്ട് നമ്മുടെ ലെഫ്റ്റോ റൈറ്റോ, അത് ഇൻസ്ട്രക്ടർ നമ്മളെ ഗൈഡ് ചെയ്യുമെന്നാണ് പറയുന്നത്. ഇൻസ്ട്രക്ടർ പറയുകയാണ് ലെഫ്റ്റിൽ പാർക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ട്രെയിലറിനോട് സമാന്തരമായിട്ട് നമ്മുടെ ട്രക്ക് കൊണ്ടുപോയി നിർത്തുക. ഇത് നിർത്തി കഴിഞ്ഞാൽ ഇൻസ്ട്രക്ടർ നമ്മുടെ അടുത്ത് പറയും കപ്ലിങ് ചെയ്യാൻ പറയും. ഈ കപ്ലിങ് ചെയ്യാൻ പറയുമ്പോൾ ഇതേപോലെ തന്നെ പാറ്റേൺ നമ്മൾ റീലോഡ് ചെയ്യാം. എവിടെ നിന്നാണോ നമ്മൾ നിർത്തിയിട്ടുള്ളത് അത് കറക്റ്റ് പാറ്റേണോട് കൂടി പോയിട്ട് സ്മൂത്തായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്കിത് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വരുന്നത് റോഡ് ടെസ്റ്റാണ്. അതൊരു 10-45 മിനിറ്റ് റണ്ണിങ്, അത് ഡിപ്പെൻസ് ഓൺ ദ ഇൻസ്ട്രക്ടർ തീരുമാനിക്കുന്ന രീതിയാണ്. അത് കഴിഞ്ഞാൽ ഓക്കെയാണ്. ഇത്രയേ ഉള്ളൂ ഡ്രൈവിംഗ് ടെസ്റ്റ് എന്ന് പറയുന്നത്. എനിവേ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഈ കമ്പനിയുടെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ലാറ്റ്വിയയിൽ വന്നിട്ട് ആർക്കെങ്കിലും ട്രെയിലറിൻ്റെ
ടെസ്റ്റ് അടിക്കുന്ന സമയത്ത് ട്രെയിലർ ഇല്ലയെന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ പരാതി ഉണ്ടാവരുത്. എനിക്കറിയാവുന്ന സപ്പോർട്ട് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. അപ്പോൾ എല്ലാവരും ഒപ്പം കൂടിക്കോ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.